ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 21. കരുതലിൻ്റെ കേരളം. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 2 വയസ്സുകാരി മേരിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചതിൽ ബീഹാർ സ്വദേശികളായ അമൽദീപ് അമല ദമ്പതികൾ പ്രകടിപ്പിച്ച നന്ദി കേരളത്തിൻ്റെ കരുതലിന് ഉള്ളതാണ്. പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയും പോലീസിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണവുമാണ് 19 മണിക്കൂറുകൾക്കകം കുഞ്ഞു മേരിയെ കണ്ടെത്താൻ സഹായിച്ചത്. റെയിൽവേ പുറമ്പോക്കിൽ കുടിൽകെട്ടി താമസിച്ചിരുന്ന നാടോടി ദമ്പതികളുടെ കുട്ടിയെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കാണാതായത്. രാത്രി 12-നും 1-നും ഇടയിൽ കുഞ്ഞിനെ ആരോ കടത്തിക്കൊണ്ടുപോയി എന്ന രക്ഷിതാക്കളുടെ പരാതി കിട്ടിയ മാത്രയിൽ തന്നെ പേട്ട സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിച്ചു. പ്രത്യേക സംഘം രൂപീകരിച്ച് ആരംഭിച്ച അന്വേഷണത്തിന് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറയില്ലാത്തത് തടസ്സം സൃഷ്ടിച്ചു. തുടർന്ന് ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിലാണ് രാത്രി 7 മണിയോടെ കുഞ്ഞിനെ കണ്ടെത്തിയത്. 1.25 കിലോമീറ്റർ അപ്പുറത്ത് ഓടയിൽ നിന്ന് കുഞ്ഞിനെ കണ്ടെത്തിയ വിവരം അറിഞ്ഞ് അതുവരെ ആശങ്കയുടെ മുൾമുനയിലായിരുന്ന കേരളം ആശ്വസിച്ചു. വെയിലേറ്റ് ഒരൽപ്പം വാടിയെന്നല്ലാതെ അപായമൊന്നും സംഭവിച്ചിട്ടില്ല കുഞ്ഞിനെന്നറിഞ്ഞ് നെടുവീർപ്പിട്ടു. തട്ടിക്കൊണ്ടുപോയവർ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിഞ്ചു കുഞ്ഞിനെ കാണാതായി എന്ന വിവരമറിഞ്ഞ് ഉണർന്നെണീറ്റ പൊതുസമൂഹത്തിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലെന്ന ബോധ്യവും പോലീസിന്റെ അന്വേഷണം അടുത്തെത്തുന്നു എന്ന അറിവുമായിരിക്കും കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളയാൻ പ്രേരണയായത്. മാനവിക മൂല്യങ്ങളിൽ മലയാളി മറ്റാരുടെയും പിന്നിലല്ലെന്ന് തെളിയിച്ച സംഭവം ഉദാസീനതയും അലസതയും കേരള പോലീസിന് അന്യമാണെന്നും വ്യക്തമാക്കി. പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അല്പവും വൈകാതെ ഫലമണിയുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു. ആശങ്കയുടെ ഒരു പകലിന് ശേഷം വന്ന നല്ല വർത്തമാനം ജനങ്ങളുടെ സുരക്ഷിത ബോധത്തിന് ശക്തി പകരുകയും ചെയ്തിരിക്കുന്നു. തങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയേകാൻ പ്രാപ്തമായ ഭരണ സംവിധാനം നിലവിലുണ്ടാവണമെന്നത് ഏതൊരു പൗരസമൂഹത്തിൻ്റെയും പ്രാഥമികമായ ആഗ്രഹമാണ്. അക്കാര്യത്തിൽ കേരളം സുസജ്ജമാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ സംഭവം. ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ എന്നിവ പോലെ തന്നെ സുരക്ഷയിലും ദേശീയ നിലവാരത്തേക്കാൾ ഏറെ മുന്നിലുള്ള കേരളം വികസിത രാജ്യങ്ങളിൽ നിന്ന് അത്രയൊന്നും പിന്നിലുമല്ല എന്നത് മലയാളികൾക്ക് ആത്മവിശ്വാസം പകരുന്നു. അതേസമയം കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ അപൂർവമായെങ്കിലും ആവർത്തിക്കുന്നതിൽ അധികൃതരുടെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ആലുവയിൽ അതിഥി തൊഴിലാളികളുടെ 5 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ഈ സന്ദർഭത്തിൽ പലരുടെയും ഉള്ളിൽ ഉയർന്നു വന്നിരിക്കാം. സംഭവത്തിൽ അന്വേഷണവും വിചാരണയും പൂർത്തിയാക്കി 4 മാസത്തിനകം പ്രതിക്ക് വധശിക്ഷ വാങ്ങി നൽകുന്നതിന് പോലീസിനും പ്രോസിക്യൂഷനും സാധിച്ചു. എങ്കിലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ സാമൂഹ്യവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലം ഓയൂരിൽ പണം തട്ടുന്നതിനായി ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പങ്കാളിത്തത്തിൽ കുട്ടിയെ തട്ടിയെടുത്ത സംഭവം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ സങ്കീർണമായ സാമൂഹ്യവും വൈയക്തികവുമായ ഘടകങ്ങൾക്ക് ഉദാഹരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാണാതായെന്നറിഞ്ഞ് കണ്ടെത്തും വരെ കുഞ്ഞു മേരിക്കായി കാത്തിരുന്ന, കണ്ടെത്തിയപ്പോൾ ആശ്വസിച്ച കേരളം മുഖമുദ്രയായ മാനവികതയെ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഒപ്പം കേരള പോലീസിൻ്റെ കാര്യക്ഷമതയും അർപ്പണ മനോഭാവവും അഭിനന്ദനം അർഹിക്കുന്നു.